എന്നോട് പറയാൻ പോകുന്നത് അപ്രീസിയേഷനെയും അതേപോലെ തന്നെ മോശമായിട്ട് കൊടുക്കുന്ന ഫീഡ്ബാക്കിനെയും കുറിച്ചിട്ടാണ് അല്ലെ. ഇത് സാധാരണ രീതിയിൽ എവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ശരി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി, ഈ സംഭവങ്ങൾ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ അപ്രീസിയേഷൻ കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഒരു ടീമിലെ മാനേജർ ആണ് എന്ന് വെക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്? സാധാരണ രീതിയിൽ കൊടുക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളോട് ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ നല്ല കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരാളെ ഒഴിഞ്ഞു വിളിച്ചു കൊണ്ടുപോയിട്ട് നീ ചെയ്തൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ, നീ ഇങ്ങനെ തന്നെ നീ ചെയ്യണം കേട്ടോ, ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് പോകും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയാണോ ശരിക്കും നമ്മൾ ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടത്? ഒരിക്കലുമല്ല. അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ടീമിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ മുന്നിൽ വെച്ചിട്ട് വേണം നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നമ്മൾ കാണാറുള്ളത് കോൺ കോളുകളിലോ അല്ലെങ്കിൽ വി സികളിലോ ഒക്കെയാണ് നമ്മൾ ടീമിന് വേണ്ടിയിട്ട് ഒരു റിവ്യൂ ഡിസ്കഷൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്രീസിയേഷൻ ഡിസ്കഷൻസോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഈ ചെയ്യുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ എടുത്ത് പറയാം, ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഇത്ര വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ഒരാൾക്ക്, അതായത് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ പോവാണ്. കാരണം ഞാനിത് ചെയ്തു, ഞാൻ ചെയ്ത സംഭവം എനിക്ക് അപ്രീഷിയേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ അപ്രീഷിയേഷൻ കിട്ടിയത് കൊണ്ട് എന്താണ് വീണ്ടും ഒന്നും കൂടി എനിക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് അവർക്കും തോന്നും ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രീഷിയേഷൻ കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നൽ തോന്നി കഴിഞ്ഞിട്ട് അവരും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് ചില മറ്റേ കമ്പനികളിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ അപ്രീസിയേഷൻ ആയിട്ട് ഈവൻ മറ്റേ സർട്ടിഫിക്കേഷൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ അവാർഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറയുന്ന ഒരു പ്രതീതി. അത് ശരിയാണോ ശരിക്കും? കാരണം അങ്ങനത്തെ ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞാലല്ലേ, കാരണം ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ട് നമ്മൾ ആൾക്കാരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത്. കാരണം അത് നാളെ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാളെ വേറൊരു ജോലി കിട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ പൊന്തിച്ച് കാണിക്കാൻ പറ്റുന്ന ചാൻസ് ആണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനത്തെ കമ്പനീസ് ചെയ്യുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ അത് കമ്പനിക്കും കൂടിയിട്ടുള്ള ഒരു ഇതല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കമ്പനിയും പറയണം ഓക്കെ ഞാൻ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ, നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. അത് ചിലപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് ആവാം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല പ്രൊമോഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ആവാം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ അപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിന് പിശുക്ക് കാണിക്കരുത്. നമ്മൾ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും കേൾക്കെ തന്നെ നമ്മളത് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുക, നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ടോ. ഇതോടുകൂടി എന്താ ഉണ്ടാവുന്നത്? ആ ടീം അതേപോലെ ആ കമ്പനി അതിനും നല്ല ഒരു റീച്ച് കിട്ടാൻ പോവാണ്. ഇതേപോലെ തന്നെയാണ് വീട്ടിലും സംഭവിക്കുന്ന കാര്യം. നമ്മുടെ വീട്ടിലെ കുട്ടികളോ അല്ലാന്നുണ്ടെങ്കിൽ വൈഫോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അപ്രീസിയേഷൻ ചെയ്യുന്നില്ല? അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും അത് ഒന്നും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടുകയല്ലേ. ഇനി നേരെ പോയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ വരുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇനി സാധാരണ കാണുന്നത് ഈ പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നടക്കാറ്. ശരിയാണോ അല്ലേ? നമ്മളൊരു മറ്റേ കോളുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യം നടക്കുകയാണെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആളെ ശരിക്കും ഹേർട്ട് ആക്കാൻ പോകുന്നത്. എത്രത്തോളം നമ്മൾ പോളിഷ്ഡ് ആയിട്ട് ആ ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാലും അത് മനസ്സിൽ എവിടെയും പോയി തള്ളും. ഇത് അങ്ങനെ ആകുമ്പോൾ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ അത്രത്തോളം ഇതാവുന്നത്. കാരണം മനുഷ്യന് ഈഗോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്ക് ഈഗോ ഉണ്ട്. മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും. അത് അയാളുടെ നാളത്തെ പെർഫോമൻസിന് ഹേർട്ട് ആവും. അത് കമ്പനീനും ഇന്റേൺ ആയിട്ട് എഫക്റ്റ് ആവും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സംഭവം നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് നമ്മള് നീ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണല്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന രീതിയിൽ ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിയുക. അല്ല വല്ലാതെ പോസ്റ്റ്മോർട്ടത്തിന് പോയി കഴിഞ്ഞാൽ അതും വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാവും. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, അത് നമുക്ക് അതിന് എന്താണ് ലെസൺസ് എന്ന രീതിയിലാണ് നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഇതിൽ ആൾ ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുള്ളൂ. അതും വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ടീമുകൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ചെയ്ത് അത്ര ശരിയായിട്ടില്ല എന്നുള്ളത്. അപ്പൊ ആ ടീമുകൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് നമ്മൾ അപമാനിപ്പിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അവരെ മുന്നിൽ വെച്ച് ചീത്ത പറയുന്നില്ല, അവരെ മുന്നിൽ വെച്ചിട്ട് ദേഷ്യപ്പെടുന്നില്ല എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു പോസിറ്റീവ് ടീം എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ഒരു പിശുക്കും കാണിക്കാതെ എല്ലാവർക്കും ലാവിഷ് ആയിട്ട് അപ്രീസിയേഷൻ കൊടുക്കുക, അതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട്. ഇനി ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും മുന്നിൽ വെച്ച് ചെയ്യാതെ അത് തനിച്ച് വിളിച്ചിരുത്തിയിട്ട് അത് എങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കാം എന്ന് നോക്കിയിട്ട് ആ പോസിറ്റീവായിട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മളെ വീടിനെയും കുടുംബത്തെയും അതേപോലെ തന്നെ നിങ്ങളെ ടീമിനെയും നിങ്ങളെ കമ്പനിയെയും കൊണ്ടു നടക്കാൻ പറ്റും.